അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെയിനിങ് ടെക്നിക്കാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്, സ്റ്റെയിനിങ് ടെക്നിക്കാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്റ്റെയിൻഡ്, സ്റ്റെയിൻഡ്, അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്ന് പറഞ്ഞ കുറച്ച് ഈ ഒരു ടൈപ്പ് ബാക്ടീരിയ എന്താണ്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ ഇങ്ങനെ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിക്കണം. അപ്പോൾ സ്റ്റെയിനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇറ്റ് ഈസ് ഫോർ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അതായത് ബാക്ടീരിയനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിക്കുന്നത്. അതായത് എന്ത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്, അതായത് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഗ്രാം പോസിറ്റീവ് ആണോ, ഗ്രാം നെഗറ്റീവ് ആണോ, അങ്ങനെ പല ടെക്നിക്ക് വഴി നമ്മൾ പല ടൈപ്പ് ബാക്ടീരിയനെ പറ്റി പഠിക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ഉണ്ട്. അൺസ്റ്റെയിൻഡ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 ടൈപ്പ് ഉണ്ട്. അൺസ്റ്റെയിൻഡ് ഉണ്ട്. അൺസ്റ്റെയിൻഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ്, വെറ്റാണ്. നെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് സ്റ്റെയിൻഡ്. ഇനിയുള്ളത് എന്താണ്? സ്റ്റെയിൻഡ് ആണ്. സ്റ്റെയിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രൈ ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മുടെ ഒരു സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അൺസ്റ്റെയിൻഡ് എന്ന് പറയുമ്പോൾ വെറ്റായിട്ട് ചെയ്യുന്നതും, സ്റ്റെയിൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്, ആൽബർട്ട് സ്റ്റെയിൻ ഉണ്ട്. അപ്പം നമ്മളിന്ന് ഫുള്ളി ഗ്രാം സ്റ്റെയിനിങ് പഠിക്കും. ഇപ്പോൾ നമ്മൾ ആസിഡ് ഫാസ്റ്റും ആൽബർട്ട് സ്റ്റെയിനും അതിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നല്ല കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രാം സ്റ്റെയിനിങ് പഠിക്കാം. ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അങ്ങ് പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് സ്റ്റെയിനിങ്ങിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ, അതായത് വെറ്റ്. ഓക്കെ, അത് അങ്ങനെ എഴുതിയേക്കുന്നതല്ല, ഞാനത് ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയതാണ്. അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ എന്താണ്? വെറ്റ്. ഓക്കെ, വെറ്റായിട്ട് ചെയ്യുന്ന പ്രിപ്പറേഷനാണ്, ഡ്രൈ ആയിട്ട് ചെയ്യുന്ന പ്രിപ്പറേഷൻ അല്ല. ഓക്കെ, അപ്പോൾ അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും എക്സാമിൻസ് എന്നാട്ടോ. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു എററാണ്, എക്സാമിൻസ് എന്നാണ്. ഓക്കെ, എക്സാമിൻസ് ബാക്ടീരിയൽ മോട്ടിലിറ്റി, അതായത് ബാക്ടീരിയയുടെ ആ ഒരു മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അൺസ്റ്റെയിൻഡ് സ്റ്റെയിനിങ് ടെക്നിക്ക് നമ്മൾ നോക്കും. ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പൈറോക്കേറ്റ്സിനെ പറ്റി പഠിക്കാനും അതിനെ കാണിച്ചു തരാനും ഒക്കെ നമ്മൾ ഈ ഒരു അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും ഓർത്താൽ മതി. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ അൺസ്റ്റെയിൻഡ് സ്റ്റെയിനിങ് ടെക്നിക്ക് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഡ്രൈ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ ഡീറ്റെയിൽ ഓഫ് ബാക്ടീരിയ കനോട്ട് ബി സീൻ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഡ്യൂ ടു ലാക്ക് ഓഫ് കോൺട്രാസ്റ്റ്. നമുക്കറിയാം ഒരു സാധാ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പും ഉണ്ട്. സ്ട്രക്ചർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു സ്ട്രക്ചർ നമുക്ക് ബാക്ടീരിയയുടെ അങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല. ഹെൻസ് ഇറ്റ് ഈസ് നെസറി ടു യൂസ് സ്റ്റെയിനിങ് മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് കളർ കോൺട്രാസ്റ്റ്. അപ്പം നമ്മൾ +2 ലാബിൽ, ബയോളജി ലാബിലൊക്കെ പല ടൈപ്പ് സ്റ്റെയിൻ ചെയ്തിട്ടല്ലേ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചുമ്മാ ഒരു ബാക്ടീരിയനെ എടുത്ത് മൈക്രോസ്കോപ്പിൽ ചുമ്മാ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ല. അവർ പല ടൈപ്പ് ഓഫ് മെത്തേഡ്, ഇങ്ങനെ ആസെറ്റോൺ, അങ്ങനെ ആൽക്കഹോൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ അതിൽ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്തെടുത്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ അതിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റെയിൻ ഒഴിച്ചിട്ടാണ്. ഓക്കെ, സ്മിയർ മെയ്ഡ് ഫ്രം ബാക്ടീരിയ കൾച്ചർ. അതായത് സ്മിയർ എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയനെ ഡ്രൈ ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെക്കുക, അതാണ് സ്മിയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ എങ്ങനെ പറയാം, ഇത് ഇങ്ങനെ എടുക്കുമല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ആ ബാക്ടീരിയനെ ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, സ്മിയർ മെയ്ഡ് ഫ്രം ബാക്ടീരിയ കൾച്ചർ ഓർ സ്പെസിമെൻ ഇസ് ഫസ്റ്റ് ഡ്രൈഡ് ആൻഡ് ദെൻ ഫിക്സ്ഡ് വിത്ത് ഹീറ്റ് ബൈ ഫ്ലെയിമിംഗ് ദ സ്ലൈഡ്. അതായത് നമ്മൾ ആ ഒരു ഡ്രൈ ചെയ്ത ബാക്ടീരിയനെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഇല്ലേ, ഇത് തീയാന്ന് കൺസിഡർ ചെയ്യുക, ഫ്ലെയിം വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, heat kills and fixes the bacteria on slide due to coagulation of bacteria protein.
ദ ഫിക്സഡ് സ്മിയർ ഇസ് സ്റ്റെയിൻഡ് ബൈ അപ്രോപ്രിയേറ്റ് സ്റ്റെയിനിങ് ടെക്നിക്. അപ്പോൾ എന്താണ് ഇത്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു ഗ്ലാസ് എടുത്തു, എന്നിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത ബാക്ടീരിയനെ അവിടെ വെച്ചു, എന്നിട്ട് നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം യൂസ് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഹീറ്റ് കിൽസ് ആൻഡ് ഫിക്സസ് ദ ബാക്ടീരിയ ഓൺ സ്ലൈഡ് ഡ്യൂ ടു കൊയാഗുലേഷൻ ഓഫ് ബാക്ടീരിയൽ പ്രോട്ടീൻ എന്താണ് നമുക്കറിയാം. നമ്മൾ കൊയാഗുലേഷൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ മുട്ട പുഴുങ്ങുക. അതിൻ്റെ ഒരു സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് മൊത്തം പോയിട്ട് എന്താണ് ഒരു പുഴുങ്ങിയ ഫോമിൽ കിട്ടില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ പോയി കൊയാഗുലേറ്റ് ചെയ്തു. ദ ഫിക്സഡ് സ്മിയർ ഈസ് സ്റ്റെയിൻഡ് ബൈ അപ്രോപ്രിയേറ്റ് സ്റ്റെയിനിങ് ടെക്നിക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അസറ്റോൺ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റോൺ, ആൽക്കഹോൾ, എന്തെങ്കിലും ടൈപ്പ് ആൽക്കഹോളോ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പ് വഴി നമുക്കത് എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമൺ സ്റ്റെയിനിങ് ടെക്നിക്കാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റെയിൻ ആണ്. ബേസിക് ഡൈ സച്ച് ആസ് മിഥൈലൈൻ ബ്ലൂ ഓർ ബേസിക് ഫൊക്സീൻ ആർ യൂസ്ഡ് ആസ് സിമ്പിൾ സ്റ്റെയിൻ. അപ്പോൾ സിമ്പിൾ സ്റ്റെയിൻ ഏതാണ്? മെഥൈലൈൻ ബ്ലൂ അല്ലെങ്കിൽ ബേസിക് ഫൊക്സീൻ. ഫൊക്സീൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ FUCHSIN. ഓക്കെ, അതാട്ടോ എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. They provide the color contrast but impart the same color to all bacteria in a sphere. അപ്പോൾ നമ്മളൊരു ബാക്ടീരിയ, ഒരു 2-4-5 ബാക്ടീരിയ അവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദേ പ്രൊവൈഡ് ദ കളർ കോൺട്രാസ്റ്റ് ബട്ട് ഇമ്പാർട്ട് ദ സെയിം കളർ ടു ഓൾ ബാക്ടീരിയ ഇൻ എ സ്പിയർ. അത് സിമ്പിൾ സ്റ്റെയിൻ ആണ്. ഓക്കെ, നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട സിമ്പിൾ സ്റ്റെയിൻസിൻ്റെ എക്സാമ്പിൾ മീത്തലൈൻ ബ്ലൂവും പിന്നെ എന്താണ് ബേസിക് ഫൊക്സീൻ ആണ്. അപ്പോൾ അവരെന്താണ് കളർ കൊടുക്കും, സെയിം കളറായിരിക്കും ആ ഒരു സ്മിയറിലുള്ള എല്ലാ ബാക്ടീരിയയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് അത് കൊടുക്കുന്നത്. അതാണ് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. ഇനിയാണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ബാക്ടീരിയ ആർ മിക്സ്ഡ് വിത്ത് ഡൈ സച്ച് ആസ് ഇന്ത്യ ഇങ്ക് ഓർ നിക്രോസിൻ. മറ്റതിൽ മെഥൈലൈൻ ബ്ലൂ അല്ലെങ്കിൽ ഫൊക്സീൻ ആയിരുന്നു. ഇത് എക്സാമ്പിൾ ആട്ടോ. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ സ്റ്റെയിൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് MCQ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് സ്റ്റെയിനിങ് യൂസ് ചെയ്ത ഏതാണ്? ഇന്ത്യ ഇങ്ക് ഓർ നിക്രോസിൻ. ദ ബാക്ക്ഗ്രൗണ്ട് ഗെറ്റ് സ്റ്റെയിൻഡ് and unstained bacteria stand out in contrast. This is very useful in the demonstration of bacterial capsule which do not take സിമ്പിൾ സ്റ്റെയിൻ. അപ്പോൾ ഇത് സിമ്പിൾ സ്റ്റെയിൻ ഇല്ലേ, സിമ്പിൾ സ്റ്റെയിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ബാക്ടീരിയയ്ക്കും എന്താണ് ആ സെയിം കളറങ്ങ് കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് സെപ്പറേറ്റ് കളറ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഇതാണ് സ്മിയർ എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബാക്ടീരിയ ഓൺ സെപ്പറേറ്റ് കളർ. അതായത് ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളറ്, ബാക്ടീരിയയ്ക്ക് വേറൊരു കളർ, അങ്ങനെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ മറ്റേ സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിനും ആ എൻറ്റയർ ബാക്ടീരിയയ്ക്ക് ഒരേ കളറാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് മെയിനായിട്ട് ബാക്ടീരിയൽ ക്യാപ്സ്യൂളൊക്കെ ഇല്ലേ കാണാനായിട്ട് ഈ ഒരു നെഗറ്റീവ് സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഇത് നോക്കിയേ, ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളറ്, അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് വേറൊരു കളറ്, അങ്ങനെ നമുക്ക് അപ്പോൾ ഈസി ആയിട്ട് കാണാനും പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഇംപ്രഗ്നേഷൻ മെത്തേഡ്. ഇതെന്തിനാണ്? ബാക്ടീരിയനെ തിക്കൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. ബാക്ടീരിയൽ സെൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ ടു തിൻ ടു ബി സീൻ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആർ തിക്കൺ ബൈ ഇംപ്രഗ്നേഷൻ ഓഫ് സിൽവർ ഓൺ ദ സർഫസ് ടു മേക്ക് ദം വിസിബിൾ. അതായത് നമ്മൾ ഈ ചില ബാക്ടീരിയ സെൽസ് എന്നൊക്കെ പറയുന്നത് വളരെ തിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണാൻ വളരെ പാടാണ്. അപ്പോൾ ആ ഒരു ബാക്ടീരിയനെ തിക്കൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിൽവർ ഇല്ലേ ആ ഒരു സർഫസിൽ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, കൊടുത്തിട്ട് നമുക്ക് അതിനെ നല്ലപോലെ വിസിബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെ തിക്കനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ ഫ്ലജല്ല ആൻഡ് സ്പൈറോക്കേറ്റ്സ്. നമ്മൾ ഫ്ലജല്ലേനെ പറ്റി ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു അപ്പൻഡേജസ്, അതായത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് പല ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലജല്ല, അതുപോലെ തന്നെ സ്പൈറോക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ ഒരു ഷേപ്പ് അനുസരിച്ച് അതിനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സ്പൈറോക്കേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈറോക്കേറ്റ്സിനെ കാണിക്കാനും ബാക്ടീരിയൽ ഫ്ലജല്ലേനെയും ഒക്കെ ഒന്ന് കാണാൻ പറ്റി. കാരണം ഫ്ലജല്ല എന്നൊക്കെ പറയുന്നത് വളരെ തിന്നാണല്ലേ. അപ്പം യൂഷ്വലി അതൊന്ന് തിക്കനായിട്ട് കാണിക്കാനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പല ടൈപ്പ് സ്റ്റെയിനിങ് ടെക്നിക്ക് നോക്കുന്നത്. അപ്പോൾ ദേ ഇമ്പാർട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ഡിഫറെൻറ്റ് ബാക്ടീരിയ ഓർ ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ
പല ഡിഫറെൻറ്റ് കളേഴ്സ് ഡേ ഇമ്പാർട്സ് ഡിഫറെൻറ്റ് കളർ ടു ഡിഫറെൻറ്റ് ബാക്ടീരിയ ഓർ ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സ്. ദ മോസ്റ്റ് കോമൺ എംപ്ലോയ്ഡ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ്. അപ്പോൾ പല ടൈപ്പ് സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്. ഗ്രാം സ്റ്റെയിൻസ് ഉണ്ട്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻസ് ഉണ്ട്, ആൽബർട്ട് സ്റ്റെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എന്താ പറയുന്നത് ആൽബർട്ട് സ്റ്റെയിനും അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും അതുപോലെ ഗ്രാം സ്റ്റെയിനും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം സ്റ്റെയിനെ പറ്റിയും അതിൻ്റെ മെക്കാനിസത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാം സ്റ്റെയിൻ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്റ്റെയിൻ ഇൻ ബാക്ടീരിയോളജി. ബാക്ടീരിയോളജിയിൽ ബാക്ടീരിയനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ദ സ്റ്റെയിൻ വാസ് ഒറിജിനലി ഡിവൈസ്ഡ് ബൈ ഹിസ്റ്റോളജിസ്റ്റ്. ഹിസ്റ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് അല്ലേ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം, അതുകൊണ്ടാണ് ഇതിനെ ഗ്രാം സ്റ്റെയിൻ എന്ന് വിളിക്കുന്നത്. 1884 ആസ് എ ടെക്നിക് ഓഫ് സ്റ്റെയിനിങ് ബാക്ടീരിയ ഇൻ ടിഷ്യൂസ്. നൗഡേസ് മോഡിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ സ്റ്റെയിൻസ് ഇസ് യൂസ്ഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആരാണ് ഈ ഒരു ഗ്രാം സ്റ്റെയിൻ കണ്ടുപിടിച്ചത്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു ബാക്ടീരിയയുടെ ഒരു എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്ക് കണ്ടുപിടിച്ചത്. ടിഷ്യൂസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ടും അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനിയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഹീറ്റ് ഫിക്സഡ് സ്മിയർ ഓഫ് സ്പെസിമെൻ ഓർ ബാക്ടീരിയൽ കൾച്ചർ ഇസ് സ്റ്റെയിൻഡ് വിത്ത് ക്രിസ്റ്റൽ വയലറ്റ്. അതാണ് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മളൊരു സ്മിയർ എടുത്തു, ഇതുപോലെ ഒരു സ്മിയർ എടുത്തു. എന്നിട്ട് നമുക്കത് കാണിച്ചത് ഇതുപോലെ ഒരു സ്മിയർ എടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ടീരിയനെ ഇങ്ങനെ വെച്ചു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന തീ വെച്ച് അതിനെ ഹീറ്റ് ചെയ്തിട്ട് എന്താണ് അതിനെ ഫിക്സ് ചെയ്തു. ആൻഡ് സ്റ്റെയിൻ ചെയ്തത് എന്താണ്? നമ്മളൊരു വയലറ്റ് അതേ വയലറ്റൊക്കെ കിട്ടിയില്ലേ? ഓക്കെ, വയലറ്റ് കളർ വെച്ച് അതിനെ സ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇതാണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. പ്രൈമറി സ്റ്റെയിൻ ഒരു വയലറ്റ് കളർ വെച്ച് സ്റ്റെയിൻ ചെയ്തു ഫോർ 1 മിനിറ്റ്. എത്ര മിനിറ്റ് ആണ് നമ്മൾ സ്റ്റെയിൻ ചെയ്തത്? ഒരു ഒറ്റ മിനിറ്റിൽ സ്റ്റെയിൻ ചെയ്തു. അതർ പാരോസെലോനൈൻ ഡൈസ് സച്ച് ആസ് ജെൻറ്റൈൻ വയലറ്റ് ഓർ മീഥൈൽ വയലറ്റ് മേ ഓൾസോ ബി യൂസ്ഡ് ആസ് പ്രൈമറി സ്റ്റെയിൻ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ വയലറ്റ് ആണ് പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. നമുക്ക് വേറെ ടൈപ്പ് സ്റ്റെയിൻ ജെൻറ്റൈൻ വയലറ്റ് അല്ലെങ്കിൽ മീഥൈൽ വയലറ്റും ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹീറ്റ് വഴി നമ്മൾ ഈ ഒരു നമ്മൾ ആദ്യം ഡ്രൈ ചെയ്ത മെത്തേഡാണോ? നമ്മൾ ഈ ഒരു ബാക്ടീരിയനെ അവിടെ വെച്ചു, എന്നിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്താണ് ഒരു ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ അവിടെ ആഡ് ചെയ്തു 1 മിനിറ്റത്തേക്ക്. ഇനി അതിന് പകരമായിട്ട് ജെൻറ്റൈൻ വയലറ്റ് അല്ലെങ്കിൽ എന്താണ് മീഥൈൽ വയലറ്റ് ഒക്കെ നമുക്ക് പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പോർ ഗ്രാംസ് അയോഡിൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയോഡിൻ. അതായത് നമ്മൾ ഗ്രാംസ് അയോഡിൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയോഡിൻ നമുക്ക് യൂസ് ചെയ്യാം ഓവർ ദ സ്ലൈഡ് ഫോർ 1 മിനിറ്റ്. അപ്പം നമ്മൾ അയോഡിൻ എന്താണ് അതിലേക്ക് നമ്മൾ ഒഴിച്ചു, പോർ ചെയ്തു. അയോഡിൻ നമ്മൾ ഒഴിച്ചു, അതായത് ഡൈല്യൂട്ടഡ് അയോഡിൻ നമ്മൾ ഒഴിച്ചു. ഓക്കെ, വാഷ് ദ സ്മിയർ വിത്ത് വാട്ടർ. നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മളൊരു സ്മിയർ എടുത്തു, അവിടെ തീ വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് വഴി എന്താണ് അതിനെ സ്റ്റെയിൻ ചെയ്തു 1 മിനിറ്റത്തേക്ക്. എന്നിട്ട് നമ്മൾ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അയോഡിൻ എന്താണ് 1 മിനിറ്റത്തേക്ക് അതിലേക്ക് പോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ വാട്ടർ വെച്ച് വാഷ് ചെയ്തു. ഈ ഒരു വാട്ടർ വെച്ച് അതിനെ വാഷ് ചെയ്തു. ഡീകളറൈസ് വിത്ത് അസറ്റോൺ ഫോർ 10 to 30 സെക്കൻഡ്സ്. എന്നിട്ട് നമ്മൾ അതിനെ ഡീകളറൈസ് ചെയ്യുവാണ്. എന്താണ് ആ ഒരു വാഷ് ചെയ്തു. ഈ വാഷ് ചെയ്തിട്ട് എന്താണ് അതിനെ നമ്മൾ ഡീകളറൈസ് ചെയ്യുകയാണ്. അതിൻ്റെ കളർ കളയാൻ വേണ്ടി ഡീകളറൈസ് ചെയ്തു വിത്ത് അസറ്റോൺ ഫോർ 10 to 13 സെക്കൻഡ്. ആൽക്കഹോൾ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അസറ്റോൺ. അപ്പോൾ ഒന്നെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ നമുക്ക് അസറ്റോൺ എടുക്കാം. എന്നിട്ട് ഈ കഴുകിയ സ്മിയറിനെ ഇല്ലേ നമ്മൾ ഡീകളറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അസറ്റോൺ ഒരു 10 to 30 സെക്കൻഡ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സ്മിയർ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞു. Counter stain with a disapharinine for 30 seconds. Dilute carbolfuchsine or neutral red may also be used as counter stain.
അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ കൗണ്ടർ സ്റ്റെയിൻ വിത്ത് ഡൈ. അപ്പോൾ നമ്മൾ അടുത്തത് പിന്നെ ഒരു സ്റ്റെയിൻ ചെയ്യുകയാണ്. 30 സെക്കൻഡ്സ്. ഡൈല്യൂട്ട് കാർബോൾ ഫെക്സീൻ ഓർ ന്യൂട്രൽ റെഡ് മേ ബി ഓൾസോ യൂസ്ഡ്. അങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നോടെ പറയാം. ഫസ്റ്റ് എന്താണ് നമ്മൾ ഇത് പിന്നെ പറയണേ, ഇത് എളുപ്പമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്മിയർ എടുത്തു, അതിലേക്ക് ബാക്ടീരിയ വെച്ചു, പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്തു, പിന്നെ എന്താണ് അതിലേക്ക് ഇട്ടത്, നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ഇട്ടു ഒരു 1 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡൈല്യൂട്ട് അയോഡിൻ 1 മിനിറ്റത്തേക്ക് ഇട്ടു. പിന്നെ നമ്മളത് വാഷ് ചെയ്തിട്ട് ഡീകളറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസറ്റോൺ 10 to 30 സെക്കൻഡ് അസറ്റോൺ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. പിന്നെ അത് വാഷ് ചെയ്തിട്ട് പിന്നെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് സഫാരിൻ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ സ്റ്റെയിൻ ആയിട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഡൈല്യൂട്ട് കാർബോൾ ഫെക്സീൻ അല്ലെങ്കിൽ ന്യൂട്രൽ റെഡും നമുക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം സ്റ്റെയിനിങ്. എങ്ങനെയാണ് നമുക്ക് 2 ബ്രോഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഗ്രാം പോസിറ്റീവ് ഏതാണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് കളേഴ്സ് ആണല്ലോ ഡിഫറെൻറ്റ് ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഗ്രാം പോസിറ്റീവ് resist decolorization and retain the color of primary stain, that is violet. അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്റ്റൽ വയലറ്റ് ആയിരുന്നു നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റൽ വയലറ്റ് ആണ് നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. ആ ഒരു വയലറ്റ് തന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് കിട്ടി. ഇനി ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് ഡീകളറൈസ്ഡ് ബൈ അസറ്റോൺ ഓർ ആൽക്കഹോൾ ആൻഡ് ടേക്ക് കൗണ്ടർ സ്റ്റെയിൻ ആൻഡ് അപ്പിയർ റെഡ്. അപ്പോൾ അസറ്റോണും ആൽക്കഹോളും വഴി എന്താണ് അതിൻ്റെ കളറ് മാറിയിട്ട് എന്താണ് റെഡ് കളറായിട്ട് മാറി. അപ്പോൾ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള വയലറ്റ് തന്നെ ആയിട്ടിരുന്നു. നമ്മൾ ആദ്യം നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ഇട്ട് കൊടുത്തില്ലേ, അതിൽ നിന്ന് മാറാണ്ട് വന്നു. പിന്നെ ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് അസറ്റോണും ആൽക്കഹോളും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ റെഡായിട്ട് മാറി. അതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡിഫർ ഇൻ ദിയർ സെൽ വാൾ. അവർക്ക് സെൽ വാൾ ഉണ്ട്. ഹൗ ദേ സ്റ്റെയിൻ ആൻഡ് ഹൗ ദേ റെസ്പോണ്ട് ടു ആൻറ്റിബയോട്ടിക്സ് ആൻഡ് എക്സ്റ്റേണൽ സ്ട്രെസ്സസ്. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാവ് തിക്ക് സെൽ വാൾ വൈൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഹാവ് തിൻ സെൽ വാൾ ആൻഡ് ആൻ ഔട്ടർ മെംബ്രെയിൻ. പിന്നെ സ്റ്റെയിനിങ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ സ്റ്റെയിൻ ബ്ലൂ ഓർ പർപ്പിൾ, അതായത് വയലറ്റ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സ്റ്റെയിൻ പിങ്ക് ഓർ റെഡ്. അപ്പം പിന്നെ ആൻറ്റിബയോട്ടിക്സ്, എക്സ്റ്റേണൽ സ്ട്രെസ്സസ്, ഇൻഫെക്ഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി മെക്കാനിസംസ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, പെർമിയബിലിറ്റി ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ ആൻഡ് സൈറ്റോപ്ലാസ്മിക് മെമ്മറൈൻ. The gram-positive cells have more acidic protoplasm, which accounts for retaining the basic dye more strongly than the gram-negative bacteria. അപ്പോൾ നമുക്കറിയാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എന്താണ് മോർ അസിഡിക് പ്രോട്ടോപ്ലാസം ആണ് ഉള്ളത്. പ്രോട്ടോപ്ലാസം ആൻഡ് നമുക്കറിയാം ഈ ഒരു പ്രോട്ടോപ്ലാസം അസിഡിക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആദ്യം വയലറ്റ് ആഡ് ചെയ്തു, ആ പ്രൈമറി സ്റ്റെയിനിൽ തന്നെ അതിരുന്നു. ഈവൻ ദോ അസറ്റോൺ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോൾ എന്താണ് അത് കളറ് മാറിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് അയോഡിൻ മേക്സ് ദ പ്രോട്ടോപ്ലാസം മോർ അസിഡിക്, സെർവ് ആസ് mordant, that is iodine combines with dye to form a di-iodine complex and fixes the dye in bacterial cell. The gram-positive cell wall or cytoplasmic membrane being less permeable, the di-iodine complex get trapped within the cell. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അയോഡിൻ ആഡ് ചെയ്തപ്പം കൂടുതൽ അസിഡിക് ആയി. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഗ്രാം പോസിറ്റീവിടെ ബാക്ടീരിയ നല്ല തിക്കായതുകൊണ്ടും പിന്നെ അത്ര നല്ല പെർമിയബിൾ ആയതുകൊണ്ടും ഈ ഒരു അയോഡിൻ അവിടെ ട്രാപ്പായി. അതുകൊണ്ടാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ് അത്രയും അസിഡിക് ആണ് അതിൻ്റെ പ്രോട്ടോപ്ലാസം. അതുകൊണ്ട് തന്നെ എന്താണ് അത് പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള വയലറ്റ് ആയിട്ട് തന്നെ ഇരുന്നു. ഓക്കെ, ഇനി ഗ്രാം നെഗറ്റീവ് സെൽ ഹാസ് ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി. അപ്പോൾ ഗ്രാം പോസിറ്റീവിന് പെർമിയബിലിറ്റി കുറവാണ്, പക്ഷെ ഗ്രാം നെഗറ്റീവിന് എന്താണ് പെർമിയബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അസറ്റോണും ആൽക്കഹോളും ഒക്കെ വന്നു, അങ്ങനെ അത് ഡീകളറൈസ് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, and integrity of cell wall. The integrity of cell wall is essential for positive stain. The gram-positive bacteria become gram-negative when the cell wall is damaged. But the gram-positive bacteria become gram-negative bacteria when the cell wall is damaged. അപ്പോൾ സെൽ വാൾ ഡാമേജ് ആവുമ്പോൾ
ഈ ഗ്രാം പോസിറ്റീവ് ആയിരുന്ന ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു കംപ്ലീറ്റ് തിക്കായിട്ട് അസിഡിക് ആയിട്ടും നല്ല തിക്കായിട്ടും നല്ല പെർമിബിലിറ്റി കുറവുള്ളൊരു സെൽവാളുള്ള ബാക്ടീരിയ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് അവിടെ ആ ഒരു പ്രൈമറി സ്റ്റെയിനായിട്ട് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ അവിടെ സം കേസസിൽ എന്താണ് വരുന്നത്, ആ ഒരു പെർമിയബിലിറ്റി കുറഞ്ഞ് ആസിഡിറ്റി ഒക്കെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആസറ്റോണും ആൽക്കഹോളും ചേർന്നിട്ട് ആ ഒരു പ്രൈമറി സ്റ്റെയിന് എന്താണായിട്ട് മാറിയത്, അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടാണ് മാറിയത്, റെഡ് കളറായിട്ട് മാറി. ഓക്കെ, അപ്പം അങ്ങനെ അത് ഗ്രാം നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്തതിൽ നമുക്ക് ആസിഡ് ഫാസ്റ്റും ആൽബർട്ട് സ്റ്റെയിനും പഠിക്കാം. ഓക്കെ.